റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ ചൊക്രമുടിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടക്കുന്നതിന് മുമ്പ് പ്രദേശം സംരക്ഷിത വനഭൂമിയാക്കാൻ കരട് വിജ്ഞാപനം തയ്യാറാക്കുന്നതിനായി വനംവകുപ്പ് റവന്യൂ വകുപ്പിന് അയച്ച കത്ത് പുറത്ത്. സംരക്ഷിത പ്രദേശമാക്കാൻ ശുപാർശയുള്ള ഭൂമിയിലാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ടത് എന്നാണ് പുറത്തുവന്ന കത്ത് നൽകുന്ന സൂചന. കത്തിന്റെ പകർപ്പ് ഇടുക്കി വിഷ്ണു ലഭിച്ചു. 2022 സെപ്റ്റംബർ 17-ന് ചൊക്രമുടി റിസർവ് കരട് വിജ്ഞാപനം തയ്യാറാക്കുന്നതിനു വേണ്ടി ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കത്തയച്ചു. പിന്നാലെയാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊക്രമുടിയിൽ പാറ പുറമ്പോക്ക് കൂടി ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പ് സർവേ സ്കെച്ച് തയ്യാറാക്കിയതും ഭൂമി കയ്യേറ്റത്തിന് കളമൊരുക്കിയതും. ചിന്നക്കനാൽ ബൈസൺവാലി വില്ലേജുകളിലായുള്ള ബ്ലോക്ക് 4-ൽ ഉൾപ്പെട്ട സർവേ നമ്പർ 35, ബ്ലോക്ക് 5-ൽ ഉൾപ്പെട്ട സർവേ നമ്പർ 2, 3, 4 എന്നീ സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സർവേ അസിസ്റ്റന്റ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടത്. സർവേ സ്കെച്ച്, ലാൻഡ് രജിസ്റ്റർ എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ നൽകണമെന്നായിരുന്നു ആവശ്യം. പൊതുപ്രവർത്തകനായ ബിജോ മാണിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലൂടെയാണ് വനം വകുപ്പ് അയച്ച കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. 2002-ൽ വനം വകുപ്പ് കത്തയച്ചതിന് ശേഷമാണ് ബൈസൺവാലി വില്ലേജ് ബ്ലോക്ക് 4-ൽ സർവേ നമ്പർ 27/1, 274/1 എന്നിവയിൽ ഉൾപ്പെട്ട 14 ഏക്കർ 69 സെന്റ് ഭൂമിയുണ്ടെന്നും ഇതിന്റെ അതിർത്തി നിർണയിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ട് 2003-ൽ ചെന്നൈ സ്വദേശിയായ മേജർ ജോസഫ് റവന്യൂ മന്ത്രിക്ക് അപേക്ഷ നൽകിയത്. ഈ കത്തിൽ തീയതി രേഖപ്പെടുത്തിയിരുന്നില്ല. 2023 ജൂൺ 6-ന് ഈ പരാതി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടുക്കി കളക്ടറേറ്റിലേക്ക് കൈമാറി. തുടർന്നായിരുന്നു ചൊക്രമുടി കയ്യേറ്റത്തിന് സഹായിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടികൾ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.